ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ വീണ്ടും ലെവൽ ഡബിളിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത് ലെവൽ ഡബിളിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തവർ നേരെ പോയി കണ്ടിട്ട് വരിക. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇരുന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ ഇരുന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതും കൂടി കളിക്കണം. ഇതുവരെ കളിക്കണം. ഇതൊന്ന് കളിച്ച് നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോവാം ഗായ്സ്. ഇത് ഫോട്ടോ ഇത് വെച്ചിട്ട് മനസ്സിലായി. ഇങ്ങനെ കളിച്ചിട്ട് അവിടെ പോകും. കളിച്ചിട്ട് കുറച്ച് ഇങ്ങോട്ട്. യെസ്, ഇതാണ് കളി. ഇത് കളിച്ചിട്ട് നമുക്കുണ്ടോ അറിയാത്ത കളി? നമുക്കറിയാത്ത കളി ഉണ്ടോ ബ്രോ? ഇതാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായി നമുക്ക്. അതുകൂടെ നമുക്കുണ്ടോ? അതോടെ പോകണം. ഇതുള്ള ഇപ്പൊ ശരിയായി. അതാണ് കളി. പിന്നെ ഇവിടെ ഗൈസ്. എനിക്കറിയാം ഞാൻ പുലിയാണ് ഗൈസ്. അതിൻ്റെ തൊട്ട് താഴെ നല്ല ആളാ ഗൈസ്. ഈ ഡബിളിനെ കൊണ്ട് തോറ്റൂലേ? ഇതിൻ്റെ ഡബിൾ ആരാന്ന് എനിക്കറിയാം ഗൈസ്. ഡെവലപ്പർ. ഈ വീഡിയോ സീനാവും. അയ്യോ, വെറുതെ ചതി. ഏതായിരുന്നു? ഇതാണ് തോന്നുന്നത്. അല്ലേ? യെസ്, ഇതന്നെ. ഞാനാരാന്ന് മനസ്സിലായല്ലോ. കുറച്ച് റിസ്ക് എടുക്കുന്ന ആളാണ്. റസ്ക് പോലെ റിസ്ക് എടുക്കുന്ന ആള്. റിസ്ക് പോലെ നമുക്ക് ഇതാണ് കളിച്ച്. ഇനി ഇത് ഇതൊക്കെ സിമ്പിൾ. നമുക്ക് ഇതൊക്കെ സിമ്പിൾ. ഇത് ഭയങ്കര കുഞ്ഞതായിപ്പോയി. ഇതെനിക്കറിയാം. ഞാൻ മുന്നേ കളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് കളിച്ചിട്ടുണ്ടെന്ന്. മനസ്സിലായി. പിന്നെ എങ്ങനെ മുകളിലേക്കൊരു വഴി? കൊള്ളാട്ടോ ഡെവലപ്പർ. ഇതുണ്ടാക്കിയത് നല്ല ബുദ്ധി. അവിടെ ഒരു ബട്ടൺ. അതെന്തിനാ ഇവിടെ ഒരു ബട്ടൺ? നമ്മൾ എയറിലെടുക്കുന്ന ആളാണ് ആ ബട്ടൺ. ഒന്നും മനസ്സിലായില്ല ഗൈസ്. ഞാൻ വലുതായി. അവിടെ ഇത് ഇതെന്തത്? വീണ്ടും ചെറുതായില്ലോ. കൊള്ളാം. കുഞ്ഞിതാവും. അതൊക്കെ നിൽക്കണം. മൂന്ന് വട്ടം ഞെക്കി. ഇനിയിപ്പോൾ ഇത് ചട മുക്കി.
വാതിലിൻ്റെ സ്ഥലത്ത് പുതിയ വാതിൽ ഈസ് ഫേക്കിംഗ് മീ. ഐ ഡോണ്ട് ലൈക്ക് ദിസ് ഡോർ. യെസ്, ഞാൻ ജയിച്ചു. വീണ്ടും ജയിച്ചില്ല. അയ്യോ അമ്മേ, പട്ടി അടിക്കാൻ പറ്റേ. അമ്മേ, ഇതെന്തത്? കൊള്ളാം. ഡോറ് വെച്ചിട്ടുള്ള ഇവരുടെ ഫേക്കിംഗ് എനിക്ക് അങ്ങോട്ട് പിടിച്ചു. ആ ഡോറ് ഫേക്കാവുന്നു. എന്താ? ഓ, ഡോറ് പുല്ലിൻ്റെ ഉള്ളിക്ക് പോവാ. അല്ല, പുല്ലല്ല, ഉള്ളിൻ്റെ ഉള്ളിക്ക് പോവാ. ഞാൻ തെറ്റിദ്ധരിച്ചു. ഉള്ളിന് പുല്ലാക്കി. ലെവൽ ഡബിളിനൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ട് കേട്ടോ ഗൈസ്. വീഡിയോ കാണുന്ന എല്ലാവരും വെറുതെ ഇങ്ങനെ മുഴുകിയിരിക്കണതിന് പകരം ഉണ്ടല്ലോ, ആ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിരുന്നത് എനിക്കൊരു ഉപകാരമായേനെ. ലെവൽ ഡബിളുണ്ടല്ലോ, നിങ്ങൾ കാണുന്ന എല്ലാവരും ലൈക്ക് അടിച്ച അടുത്ത പാർട്ട് വരണമെങ്കിൽ നിങ്ങളൊരു ഇതിപ്പോൾ വെറുതെ ഇടുന്നതാണ്, എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ പോലത്തെ വീഡിയോ ആയതുകൊണ്ട് നിങ്ങളൊരു 10 ലൈക്ക് മാത്രം തന്നാൽ മതി. 10. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അടുത്ത പാർട്ട് വരണമെങ്കിൽ 10 ലൈക്ക് വേണം. 10 ഞാൻ പറയുള്ളൂ. 10 എല്ലാവരും ലക്ഷങ്ങൾ, കോടികൾ, 1000 പറയുമ്പോൾ ഞാൻ 10 പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയുന്നു? 10 ലൈക്ക് അടിച്ചാൽ അടുത്ത പാർട്ട് വരും. ഇല്ലെങ്കിൽ 10 ലൈക്ക് അടിക്കുന്നവരെ അടുത്ത പാർട്ട് വരില്ല. മനസ്സിലായോ? ഇല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടില്ല. സബ്സ്ക്രൈബ് അടിക്കുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് തോന്നുന്നു. കൊള്ളാലോ. ഞാൻ വാതിൽ പുലി വാതിൽ. അത് കൊള്ളാം. ഞാൻ വാതിലായിട്ട് കളിച്ചു. ഇനി ഇത് അയ്യോ, മനസ്സിലായി. പുഷ്പയോടാണോ കളി? അല്ല പിന്നെ എന്നോടല്ലേ കളി ഗൈസ്? നോ. കൊള്ളാം. ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു ഞാൻ. ഓക്കെ, നമ്മളിൽ കൂടെ പോകണം. മനസ്സിലായി. കേറിപ്പോടാ മോനെ, കേറിപ്പോടാ. ഒരു ഉമ്മക്കര പേടിപ്പിക്കുന്ന ഇത്രയും സിമ്പിളായിട്ടാണ് ഇത്. ഇതെങ്ങനെ എന്താ? മാറിക്കോ. ഇവൻ പേടിപ്പിക്കാൻ തീരുച്ചോനെ. അയ്യോ, സങ്കടം കൊണ്ട് എനിക്ക് കരയാൻ വയ്യ. ഇതിൻ്റെ കാര്യം ഞാൻ മറന്നും പോവാണല്ലോ എപ്പോഴും. ഇപ്രാവശ്യം ഞാൻ എന്തായാലും ജയിച്ചിരിക്കും. ഇല്ലെങ്കിൽ എൻ്റെ പേര് ബ്രേക്ക് ഗെയിമിംഗ് എന്നാണ്. പ്രോ ബ്രേക്ക് ഗെയിമിംഗ് എന്നാണ്. പ്രോ ബ്രേക്ക് ഗെയിമിംഗ് നിങ്ങൾക്ക് തന്നെയാണ്. വെറും ബ്രേക്ക് ഗെയിമിംഗ് എന്നല്ലേ അറിയിടും. അയ്യോ, പേടിപ്പിക്കാവുന്നോ? ഇങ്ങനെ പേടിക്കലടാ. ഇത് ഞാൻ വെച്ചിട്ട് ഇതിലേക്കല്ല ചാടേണ്ടത്, അതിലേക്ക് ചാടണം. ചാടിക്കോ. അയ്യോ, ഇടുവാ. കിട്ടാ. യെസ് മോനെ, പറ്റിക്കാനായിട്ട് അവിടെ അതിലേക്ക് തന്നെ ചാടിക്കോ. ഞാൻ ചാടിപ്പിക്കാനാണോ നടക്കുന്നത്? അത് ഫേക്കാ. അത് ഇടിച്ചത് നമ്മൾ ചാടും. നിങ്ങൾക്കറിയാമോ, ഈ ലെവൽ മറ്റേ ഒത്തിരി പണിയുള്ള ഗെയിമാണ്.
ഇതുണ്ടാക്കിയ ഡെവലപ്പർ ഒരു നല്ല ആളായതുകൊണ്ട് കുറേ പാടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കളിച്ചു ഇനി ഫ്ലിപ്പിങ്. ഓ കൊള്ളാലോ, ഇതെനിക്ക് ഇഷ്ടമാണ്. ഞാൻ എന്ത് ചെയ്യുന്നത് മോൾക്ക് ഇവനിങ്ങനെ ആകാശത്ത് കൂടെ പോകണം. ഇവന് വല്ല മന്ത്രവാദിയും ശക്തി കൊടുക്കാം. വളരെ ഇത്ര നേരം ഇത് കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ബട്ടൺ ഇതേ അടിയിലൊരു ബട്ടൺ. ഓക്കെ, ഇപ്പം എന്താ അതിൻ്റെ ഉള്ളിൽ പോയി എത്ര പോകും? ചതി ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. മറ്റെന്തു ക്ഷമിക്കും? പൂവല്ലേട്ടാ പൂവല്ലേ. ലൈക്ക് അടിക്കൂ, ഷെയർ. ഞാൻ പറഞ്ഞത് എന്തായാലും ചെയ്യണ്ടോ. 10 ലൈക്ക് ഇട്ട് അടുത്ത പാർട്ട് വരും, ഇല്ലെങ്കിൽ വരില്ല. 10 ലൈക്ക് കിട്ടുന്ന വീഡിയോ വരില്ല. 10 ലൈക്കല്ലേ ഞാൻ ചോദിക്കുള്ളൂ. ഞാൻ നോക്കിയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡിൽ ലെവലിന് കാണാൻ ആൾക്കാരുണ്ട്, പക്ഷേ ആരും ലൈക്ക് അടിച്ചിട്ടേ ഇല്ല. അതെന്തുകൊണ്ട് ലൈക്ക് അടിക്കുന്നില്ല? അതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിരിക്കുന്നു, നിങ്ങൾക്ക് ആ ലൈക്ക് ബട്ടണിലൊന്നും നിങ്ങൾക്ക് ഒന്നും പറ്റാൻ പോകുന്നില്ല. വെറുതെ ഒന്ന് ഞെക്കി നോക്കൂ, എന്താ സംഭവിക്കുന്നത് അറിയാലോ. ലൈക്ക് ബട്ടണിൽ ഞെക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എന്തെങ്കിലുമൊക്കെ കിട്ടട്ടെ. ഇതെന്താ ലെവല്? ഈ ബട്ടണിൽ ഞെക്കാനാണോ ലെവല്? അയ്യോ മുള്ളു. ഇത്ര എളുപ്പമുള്ള ലെവലായിരുന്നു. എന്നാൽ ഞാൻ ഇപ്പം ജയിച്ചു കാണിച്ചു തരാം. വളരെ ഈസിയസ്റ്റ് ലെവൽ. കുറച്ച് മുകളിൽ കൂടെ പറക്കണം എന്ന് മാത്രം. ഇതൊക്കെ സ്ലോ ആവുള്ളൂ. കുട്ടപ്പോ ഇതൊക്കെ ഞാൻ ഈസി ആയിട്ട് ജയിക്കും. എന്നോടാ കളി. വേണ്ട കുട്ടപ്പ. ഈ ലെവല് ഇതിനെക്കാട്ടുമൊക്കെ എത്ര പ്രാവശ്യം എല്ലാത്തിലും ചത്തിരിക്കും. പഠിക്കില്ല. ഇവൻ്റെ പേരാണ് കുട്ടപ്പൻ, നിങ്ങൾക്കറിയോ? കുട്ടപ്പ നല്ല പേരല്ലേ കുട്ടപ്പൻ. നമ്മൾ കുറച്ച് മുകളിൽ കൂടെ പറഞ്ഞു നോക്കാം. ഈ പറക്കാനുള്ള ലെവലിക്ക് തീരെ ഫസ്റ്റൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ കുഴപ്പമുണ്ട്. പക്ഷെ ഇതെന്ത്? ഈ മുള്ളുകൊണ്ട് ഇപ്പോഴൊന്നും എൻ്റെ വയൽ ഇതിനെ പുല്ലുന്ന് വരുന്നേ. വേഗം കിട്ടി. കൊള്ളാം. പറക്ക് മോൾ കൂടെ അങ്ങനെ കുട്ടപ്പ. ഇതൊരിക്കലും നടക്കില്ല. മറ്റേതൊക്കെ കാര്യമല്ല. ഇതെന്താന്ന് എനിക്ക് മനസ്സിലാവോട് കൂടി ഇല്ലല്ലോ. ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്ന് പറയാൻ തോന്നുന്നു, പക്ഷെ ഇത് കണ്ടിട്ടില്ല ഇതുവരെ. ഈ ലെവൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് പറ്റില്ലേ തോന്നുന്നു. എന്തായാലും കളിക്കാം. എന്തായാലും പോലെ ഞാൻ ഈ ലെവല് സ്കിപ്പ് ചെയ്യാൻ പോവാ ഗൈസ്. അപ്പം ഗൈസ് ഞാൻ മറ്റേ ലെവൽ സ്കിപ്പ് ചെയ്തു കേട്ടോ. ഇത് കഴിഞ്ഞ് നോക്ക്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ശരി, മനസ്സിലായി. ഇതാണ് കാര്യം. നമ്മൾ ഇതിലേക്ക് ചാടണം, എന്നിട്ട് ഇതിലേക്ക് ചാടി. അതെങ്ങനെ? കിട്ടി ഗൈസ്. കാര്യം തലേ കയറിയാലല്ലേ കാര്യം മനസ്സിലാവുള്ളൂ.
നിങ്ങൾക്ക് മനസ്സിലായോ ഗൈസ്? അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടാൻ പറ്റില്ല, അതെന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് പോലും അത് ശരിയാക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ ഷോർട്സിൽ കമൻറ്റ് ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്സിൽ പോയി കമൻറ്റ് ഇട്ടോ. ഓട് 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 ഓടിക്കോ. ഹായ്സ് വളരെ സിമ്പിൾ, ഈസി ഗെയിം, ഈസിയസ്റ്റ് ഗെയിം. ട്രോ ദിസ് ഈസ് നോട്ട് എ ട്രോൾ. അതെന്നെ തള്ളി വിട്ടറാ. ലെവൽ 10 ലൈക്ക് ഗൈസ്. അതെങ്ങനെയാടാ? ഓ പിടികിട്ടി, നിങ്ങൾക്ക് കത്തിയോ ഗൈസ്? ഇത് ഓ എനിക്കൊന്നും മനസ്സിലായി, പക്ഷെ ഞാൻ എന്തിനാ എപ്പോഴും ക്ലിക്ക് ചെയ്യണമെന്ന് ഗൈസ് എനിക്കറിയില്ല. ഇത് കഴിഞ്ഞിട്ട് വീഡിയോ അതിൻ്റെ അപ്ലോഡ് ചെയ്യാനുള്ള ആളെ കുട്ടപ്പനെ കൊണ്ട് തോറ്റു. കുട്ടപ്പന് കുറച്ച് വികൃതി കൂടുതലാണ്. ആരും ഒന്നും വിചാരിക്കരുത്, കുട്ടപ്പൻ്റെ വികൃതി കാരണമാണ്, അല്ലാതെ എൻ്റെ കഴിവുകേട് കൊണ്ടല്ല. കുട്ടപ്പ കളി മനസ്സിലായി, പക്ഷെ കളി ചെയ്യാൻ പറ്റണില്ലല്ലോ. വേണ്ട കുട്ടപ്പ. കുട്ടപ്പ സൂസൈഡ് ചെയ്തു. കളി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇത് സ്കിപ്പ് ചെയ്യേണ്ടി വരുമോ? ഇതൊക്കെ കുട്ടപ്പന് നിസ്സാരം. കുട്ടപ്പ നീന്റെ പേര് കളയരുത്. കുട്ടപ്പന് ലോലിപ്പോപ്പ് വാങ്ങി തരാടാ, എൻ്റെ പേര് കളയല്ലേ. ഇവനെ കൊണ്ട് തോറ്റു. ഈ ലെവലിലേക്ക് പ്രാന്താവുണ്ട്. ഇനി ഇവിടെ കറക്റ്റ് നേരെ വരുമ്പോൾ ഈ കുട്ടപ്പൻ നേരെ വരുമ്പോൾ ചാടിക്കോ. യെസ്, ചാടാനുള്ള ബട്ടണായിരുന്നു ഗൈസ് ഞെക്കേണ്ടത്. കുട്ടപ്പനായി, കുട്ടികളായി. എന്ത് പറയാ? അയ്യോ, അവിടെയും മുള്ളു വരുമായിരുന്നു. ഇതൊക്കെ ഭയങ്കര പാടാണ് ഗൈസ്. ഇവരെന്ത് പാടായിട്ട് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ? അപ്പോൾ ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി 1, 2, 3 ലെവലും കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് അവസാനിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പുറത്തും കുറേ ലെവലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ.